everyone, welcome back to my YouTube channel. This is Neha Matthew. അപ്പം എന്താണ് ഈ വീഡിയോയിൽ നേഹ മാത്യു എന്ന് എടുത്തു പറയുന്നതെന്നൊക്കെ ആയിരിക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. കാരണം യൂഷ്വലി ദിസ് ഇസ് നേഹ മാത്യു ഗൈസ് എന്നും പറയാറില്ലല്ലോ. പക്ഷേ ഇപ്പം ഞാൻ ഈ ഇത് ആദ്യം ഇൻട്രോ പറയുമ്പോൾ തന്നെ എനിക്ക് ചെറിയൊരിത്, കാരണം ഞാൻ കുറച്ചൊരു ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ലോങ് വീഡിയോയിൽ വരുന്നത്. കാരണം ഇപ്പം ഞാൻ കുറേ കമൻറ്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും പറ്റിയോ, സ്ട്രെസ്സാണോ, ആൻസൈറ്റി ആണോ, നമ്മൾ പൊതുവെ ഇങ്ങനെ നമ്മൾ കുറേ എപ്പോഴും കാണുന്ന ഒരാളെ കാണാണ്ടിരിക്കുമ്പം നമ്മൾ ചോദിക്കത്തില്ലേ എന്തെങ്കിലും പറ്റിയോ, ഡിപ്രസ്ഡ് ആണോ. അതിപ്പോൾ നമ്മൾ കുറച്ച് കാഷ്വലി ആയി വേർഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ജെന്യുവൻലി എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന രീതിയിൽ നമ്മൾ ചോദിക്കുമല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ കുറേ കമൻറ്റ്സ് ആക്ച്വലി കുറച്ച് കമൻറ്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു, എവിടെയാണ്, എവിടെ പോയി എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, പക്ഷേ കുറേ കാര്യങ്ങളുടെ ഇടയിലായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു, ഞാൻ നിങ്ങളോടെല്ലാം സംസാരിക്കണതൊക്കെയാണല്ലോ, നിങ്ങളോട് വന്ന് കാര്യങ്ങൾ എൻ്റെ വിശേഷങ്ങളൊക്കെ പറയുന്നതാണല്ലോ. അപ്പോൾ ഞാൻ ഓർത്തു ഓക്കെ മേ ബി ഈ വിശേഷം എന്തുകൊണ്ടാണ് ഇത്രയും ബ്രേക്ക് വന്നത്, ഞാൻ യൂട്യൂബ് നിർത്തിയതാണോ, എനിക്ക് മടുത്തോ, മതിയായോ, അതൊക്കെയാണ് സംശയങ്ങൾ. നീ നിർത്തിയിട്ട് പോയി കണ്ടോ, ഇവൾക്ക് ഇത്രയ്ക്കൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, അങ്ങനെയുള്ള കുറേ സംശയങ്ങളുണ്ടായിരുന്നല്ലോ. അപ്പം ഞാൻ ഓർത്തു ആ സംശയങ്ങളൊക്കെ അങ്ങോട്ടേക്ക് മാറ്റിയേക്കാം എന്നുള്ള രീതിയിൽ ഞാൻ വന്നേക്കാണ്. അപ്പം ഈ ഇപ്പം ഓൾമോസ്റ്റ് മന്ത് ആയിട്ടില്ല, എന്നാലും ഒരു 3 weeks ആയി ഞാൻ വീഡിയോ ഇട്ടിട്ട്. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും എല്ലാ ആഴ്ചയിലും ഒരു 2-3 വീഡിയോ വെച്ച് ഞാൻ ഇടുന്നതായിരുന്നു. അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, എന്തൊക്കെയൊക്കെയോ നടക്കുന്നുണ്ട്. സത്യം പറയുകയാണെങ്കിൽ അതാണ്, എന്തൊക്കെയൊക്കെയോ നടക്കുന്നുണ്ട് ഇവിടെ. ഫുള്ളി കോട്ടപ്പായിരുന്നു കുറേ കാര്യങ്ങളിൽ. ഇപ്പം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് എനിക്ക് പറയാനുള്ളതെന്നുള്ളത്. അപ്പം ഇപ്പോൾ ഒരു ഇച്ചിരി ബ്രേക്ക് ആയിരുന്നില്ല. എന്നെ വെച്ച് നോക്കുമ്പോൾ ഒരു വലിയൊരു ബ്രേക്കാണ് ഇപ്പോൾ വന്നത്, ഒരു അത്യാവശ്യം ബ്രേക്ക്. ഇതിനു മുമ്പ് ഇത്രയും വലിയ ബ്രേക്ക് വന്നത് ആക്ച്വലി എൻ്റെ അക്കൗണ്ട് ഹാക്കായ സമയത്ത്. അപ്പോൾ ആ ഹാക്കായ സമയത്ത് ഞാൻ അണ്ടർഗോ ചെയ്ത ഒരു വിഷമവും കാര്യങ്ങളും എന്താണെന്നത് ഹാക്കായവർക്ക് മാത്രമേ മനസ്സിലാവത്തുള്ളൂ, എത്രത്തോളം ബുദ്ധിമുട്ടാണ് ആ ഒരു ഫേസിൽ കൂടെ പോകാനുള്ളത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ചേച്ചിയുടെ കല്യാണം വരുന്നുണ്ട്. അപ്പം അതിൻ്റെ കുറേ കാര്യങ്ങളുണ്ട്. ചേച്ചി വന്നിട്ടില്ല, ചേച്ചി വരുന്നിട്ടുള്ള വീഡിയോസും കല്യാണത്തിൻ്റെ ഡീറ്റെയിൽസും കല്യാണം എപ്പോഴാണ് എന്നൊക്കെ ഉള്ളത് മൊത്തം ഞാൻ നിങ്ങളെ അറിയിക്കും. നിങ്ങളെ അറിയിക്കാണ്ട് ഞാൻ വേറെ ആരെയും അറിയിക്കാനാണ് ഗൈസ്. അപ്പം നിങ്ങൾ എന്തായാലും ഞാൻ അറിയിക്കും. അപ്പം കുറേ നാളെ ഞാൻ അപ്പോൾ എന്ന് പറയുന്നുണ്ട് ഗൈസ്, പ്ലീസ് എക്സ്ക്യൂസ് മീ. സോ ബേസിക്കലി ഞാൻ ഇപ്പോൾ ജോയിൻ ചെയ്ത് ഞാൻ കൊച്ചിയിൽ തന്നെയാണല്ലോ. അപ്പോൾ ഞാൻ കൊച്ചി തന്നെയാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കോഴിക്കോടേക്ക് പോയി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തിരിച്ച് കൊച്ചി വരും, കോഴിക്കോടേക്ക് പോകും. ഇങ്ങനെ കോഴിക്കോട് ആൻഡ് കൊച്ചിയാണ്. അപ്പം തൊട്ട് പറയുകയാണെങ്കിൽ നമ്മൾ കോളേജ് ലൈഫിൽ എനിക്ക് ഫീൽ ചെയ്യുന്ന കുറേ കാര്യങ്ങളാട്ടോ ഞാനിത് പറയണത്. ബ്രേക്ക് വന്നതിൻ്റെ റീസൺസ് ഇതൊക്കെ ആവാം എന്നുള്ളതാണ് എൻ്റെ നിഗമനം. അപ്പോൾ നമ്മൾ കോളേജ് ലൈഫിൽ, ഞാൻ കോളേജ് പഠിക്കുമ്പോഴാണല്ലോ ഞാൻ തുടങ്ങണത്, ഈ വ്ളോഗിങ് തുടങ്ങണത്. അപ്പോൾ ആ സമയത്തൊക്കെ ആൾക്കാർക്ക് എൻ്റെ കോളേജ് വീഡിയോസ് കാണാനാണ് ഇഷ്ടം. കാരണം കോളേജ് വൈബ്, ബാംഗ്ലൂർ, ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി, അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, അവിടെ ഇങ്ങനെയൊക്കെയാണ് ജീവിതം എന്നുള്ളത് അറിയാൻ നമുക്കെല്ലാവർക്കും, ഇപ്പോൾ എനിക്കാണെങ്കിൽ വേറൊരു സ്ഥലത്ത് പോയി പഠിക്കുന്ന ആൾക്കാർ എന്താണ് ചെയ്യുന്നതെന്ന് കാണാൻ എനിക്കിഷ്ടമാണ്. നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ്, ഒരു ക്യൂരിയസ്നെസ് ഉണ്ടാവുമല്ലോ, നമ്മൾ ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട്. സോ അതുകൊണ്ട് കോളേജ് ലൈഫിൽ എന്താ പറയുക, ഭയങ്കര അടിപൊളിയാണ്. കോളേജിൻ്റെ ഉള്ളിൽ ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിലും അല്ലാണ്ട് പുറത്ത് നമുക്ക് എല്ലാ ദിവസവും ക്ലാസ്സിൽ പോവാം. നമ്മൾ ഐഡിയലായിട്ട് ഇരിക്കുന്നില്ല. നമ്മൾ കോളേജ് കഴിഞ്ഞ് നമ്മൾ ആക്ച്വൽ അഡൾട്ടിങ്ങിൽ കയറുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ കോളേജ് എന്തൊരു സുഖമുള്ള പരിപാടിയായിരുന്നു എന്നുള്ളത്. എനിക്ക് പഠിക്കുന്നത്, എക്സാമൊക്കെ എഴുതുന്നത് വിട്, പക്ഷെ അല്ലാണ്ട് ഇപ്പം നമുക്ക് എല്ലാ ദിവസവും എന്തെങ്കിലും ചെയ്യാനുണ്ടെന്ന് നമുക്കറിയാം. ഓക്കെ, ഇപ്പം ഞാനെന്ന് പറഞ്ഞ ആളെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓർത്തു എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റുന്നു. പക്ഷെ എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല ഗൈസ്. ഞാനത് റിയലൈസ് ചെയ്തൊരു സംഭവമാണ്, എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല. എനിക്ക് എന്തെങ്കിലും കാര്യം ഞാൻ ചെയ്യുവാണെങ്കിൽ മാത്രമേ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഞാൻ ഈ ദിവസം എന്തെങ്കിലും ചെയ്തല്ലോ എന്നുള്ളത്. അല്ലാണ്ട് വെറുതെ ഇരിക്കുവാണെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ടും ഇങ്ങനെ സ്ട്രെസ് അടിച്ച്, ആൻസൈറ്റി അടിച്ച്, ഭയങ്കര നമ്മൾ ഡിപ്രസ്ഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കത്തില്ല, അയ്യോ ഇതെന്താ ഇങ്ങനെ എന്നുള്ള രീതിയിലാണ്. അപ്പം നിങ്ങൾക്കറിയാം, ഞാൻ ലോ കഴിഞ്ഞിട്ട് മീഡിയയിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ മീഡിയയിൽ ഇടയ്ക്കൊരു 1.5 മാസം പോസ് വന്നു, ബിക്കോസ് ഓഫ് സർട്ടൻ തിങ്സ്. ഓക്കെ, സർട്ടൻ റീസൺസ് കാരണം ഒരു പോസ് വന്നു. അപ്പോൾ 1.5 മാസം പോസ് വന്ന സമയത്ത് അപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കും, നിങ്ങളോട് വന്ന കാര്യങ്ങളൊക്കെ പറയും. ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ അഡ്വക്കേറ്റിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ആൻറ്റിയുടെ അടുത്ത് ഇങ്ങനെ പോയി വരിക എന്നല്ലാണ്ട് ഞാൻ അല്ലാണ്ട് വേറെ കാര്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഐ വാസ് ഫീലിംഗ് ഭയങ്കര വോയിഡായിട്ട്, ഭയങ്കര സ്ട്രേഞ്ച്. ദൈവമേ ഞാനെന്താ ഒന്നും ചെയ്യാത്ത, പ്രൊഡക്റ്റീവായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഇങ്ങനെ പോയാൽ ശരിയാവോ എന്നൊക്കെയുള്ള തോട്ട് ഉണ്ടാവും. അത് കുറേ പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. കാരണം നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം നമ്മൾ ഫോളോ ചെയ്യുമ്പം അതിന് കുറേ തടസ്സങ്ങളായിട്ട് കുറേ സംഭവങ്ങൾ നിൽക്കും. അപ്പം നമ്മളിങ്ങനെ നമ്മുടെ ഡെസിഷൻസ് ക്വസ്റ്റ്യൻ ചെയ്യും. നമ്മൾ ചെയ്തത് ശരിയാണോ, നമ്മളത് അങ്ങനെ ചെയ്തത് മതിയോ,
കറക്റ്റാണോ, നമ്മൾ എടുക്കേണ്ട ഡിസിഷൻ തെറ്റാണോ എന്നൊക്കെയുള്ള കുറേ ഡൗട്ട്സ് നമുക്കുണ്ടാവും. ഓക്കെ, അതൊക്കെ നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമുക്ക് ആ കൂടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പം ഞാനിപ്പം ബാംഗ്ലൂരിൽ 6 വർഷം എൻ്റെ ഒരു കംഫർട്ട് സോൺ ആയിരുന്നു ബാംഗ്ലൂരൊക്കെ. അത് കഴിഞ്ഞിട്ട് ഞാൻ കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് വന്നപ്പോൾ ഒരു പുതിയ സിറ്റിയാണ്, പുതിയ ലൈഫാണ്. ആൻഡ് ഐ അണ്ടർസ്റ്റുഡ് പീപ്പിൾ ആർ നോട്ട് ദ സെയിം, പീപ്പിൾ ആർ റിയലി ഡിഫറെൻറ്റ്. നമ്മൾ നോക്കുമ്പോൾ ഒബ്വിയസ്ലി 2 ഡിഫറെൻറ്റ് സ്ഥലങ്ങളായതുകൊണ്ട് പീപ്പിൾ ആർ ടോട്ടലി ഡിഫറെൻറ്റ്. ഓക്കെ, അപ്പം ഞാൻ 6 വർഷം അവിടെ പഠിച്ചതുകൊണ്ട് തന്നെ എൻ്റെ ലൈക്ക് എന്താ പറയുക, ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ കമ്പയർ ചെയ്യണത്, കമ്പാരിസൺ എന്നല്ല, എൻ്റെ മനസ്സിൽ ഞാൻ കമ്പയർ ചെയ്യുന്നത് അവിടെ ഇങ്ങനെ അല്ലായിരുന്നല്ലോ, ഇവിടെ ഇങ്ങനെയാണല്ലോ എന്നുള്ള രീതിയിലാണ്. ഓക്കെ, ബട്ട് ദർ ഇസ് നത്തിങ് റോങ് വിത്ത് ഇവിടെ സ്ഥലം, അങ്ങനെയല്ല ഞാൻ പറയണത്. പക്ഷെ നമുക്കത് അഡ്ജസ്റ്റ് ആയി വരാൻ കുറച്ച് സമയം എടുക്കും പുതിയൊരു സിറ്റിയിലേക്ക് മാറുമ്പോൾ. ആൻഡ് അത് മാത്രമല്ല, നമ്മളിപ്പോൾ അഡൾട്ടിങ് ഫേസിലാണ് ഗൈസ്. ഐ നെവർ തോട്ട് അഡൾട്ടിങ് ഫേസ് ഇത്രയും സ്ട്രെസ് തരും നമുക്കെന്ന്. കാരണം നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമ്മൾ എന്താണ് ജീവിതത്തിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ പോയാൽ ശരിയാവും എന്നൊക്കെയുള്ള തോട്ടൊന്നും എനിക്ക് കോളേജിൽ പഠിക്കുന്ന സമയത്ത് വന്നിട്ടില്ല. ആക്ച്വലി ടു ബി ഓണസ്റ്റ്, ഞാൻ അങ്ങനെ ഇരുന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സ്ട്രീം ഇതാണ്, നമ്മളിത് അങ്ങനത്തെ ഉള്ള തോട്ട്സ് ഒന്നും എനിക്ക് കോളേജ് പഠിക്കുമ്പോൾ വന്നിട്ടില്ല. ഓക്കെ, ഇപ്പോഴാണ് ഞാൻ ആലോചിക്കണത്, ഓ ഞാനിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഫ്യൂച്ചർ ഇങ്ങനെയായിരിക്കും, ഈ വഴി കൂടി ആയിരിക്കും എൻ്റെ ഫ്യൂച്ചർ പോകുന്നത്, ഞാനതിന് റെഡിയാണോ, ആ ഒരു രീതിയിൽ എൻ്റെ ഫ്യൂച്ചർ പോകാൻ ഞാൻ റെഡിയാണോ എന്നൊക്കെയുള്ള ചിന്തകളും കാര്യങ്ങളൊക്കെ വരുന്നത് ഇപ്പോഴാണ്. അപ്പം നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പം നമ്മൾ ഭയങ്കര ആൻഷ്യസ് ആവും, നമ്മൾ ഭയങ്കര എന്താ പറയുക, സ്ട്രെസ് അടിച്ചിട്ട് ഇങ്ങനെ ദൈവമേ ശരിയാവോ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണോ, അങ്ങനെ കുറേ എന്ത് പറയും ഡൗട്ട്സ് ഒക്കെ വരും. അപ്പം നിങ്ങളാണെങ്കിലും കമൻ്റ് ഇടാറുണ്ട് കോളേജ് വീഡിയോസ് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുള്ളൂ. ഗൈസ്, എനിക്കും കോളേജ് മിസ് ചെയ്യുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ബാംഗ്ലൂർ അവിടെ ഉള്ളത് മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ വാട്ട് കെൻ ഐ ഡു, ഒന്നുകൂടെ പഠിക്കാൻ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇനി എന്ത് പഠിക്കും എന്നുള്ളതാണ്. ഞാൻ എന്തിനി പഠിക്കും, ഞാൻ ഓൾറെഡി LLB LLM എടുത്തു കഴിഞ്ഞു, ഇനി അതിൽ കൂടുതൽ ഞാൻ വേറെ എന്ത് പഠിക്കാനാണ് എന്നുള്ള ചോദ്യമാണ് വരുന്നത്. അപ്പം ഐ ഹാവ് അണ്ടർസ്റ്റുഡ് വൺ തിങ്, അഡൾട്ടിങ് ഇസ് റിയലി ഹാർഡ്, പക്ഷേ വി ഹാവ് ടു ഗെറ്റ് ത്രൂ ഇറ്റ്. ആൻഡ് ഐ നോ വൺസ് വി ഗെറ്റ് ത്രൂ ദാറ്റ് ഫേസ് വിൽ അണ്ടർസ്റ്റാൻഡ് നമ്മൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ റിയലൈസ് ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം കൊടുക്കുക. നമ്മളൊരു ഫേസിൽ കൂടെ പോവുകയാണെങ്കിൽ നമ്മൾ ആ ഫേസിന് കുറച്ച് സമയം കൊടുക്കുക. എന്താണെന്ന് നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പീരീഡാണത്. നമ്മൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ബിക്കോസ് എൻ്റെ പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ എനിക്ക് എന്നെ ഫുള്ളി അറിയില്ല എപ്പോഴും. ഞാൻ എങ്ങനെയാണ് ഒരു സിറ്റുവേഷനിൽ കോപ്പപ്പ് ചെയ്യുക, അത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ അങ്ങനത്തെ സിറ്റുവേഷൻസ് കൂടെ പോകും. ഇപ്പം നമ്മൾ പണ്ടൊക്കെ ഞാൻ അമ്മയപ്പയായിട്ട് വഴക്കിടുന്ന സമയത്ത് അവർ പറയും നീ ഒരു അപ്പനാവുമ്പോൾ അല്ലെങ്കിൽ നീ ഒരു അമ്മയാവുമ്പോഴേ നിനക്ക് മനസ്സിലാവുള്ളൂ. അപ്പം ഞാൻ പുച്ഛിച്ച് വിടുമായിരുന്നു. പക്ഷേ ഇപ്പം ഐ അണ്ടർസ്റ്റാൻഡ്, ശരിയാണ്, നമ്മൾ ആ ഫേസിൽ കൂടെ നമ്മൾ ആ സിറ്റുവേഷനിൽ കൂടെ പോകുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ആക്ട് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പം കോളേജ് ലൈഫ് വാസ് ബെറ്റർ എന്നല്ല, കോളേജ് ലൈഫ് വാസ് കുറച്ചുകൂടി ഈസിയർ ബിക്കോസ് നമ്മൾ അത്ര റെസ്പോൺസിബിലിറ്റീസ് ഒന്നും നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. നമ്മൾ കോളേജിൽ പോകുന്നു, ക്ലാസ് ബങ്ക് ചെയ്യേണ്ട ഉള്ള സമയത്ത് നമുക്ക് ബങ്ക് ചെയ്യാം, ക്ലാസ് ബങ്ക് ചെയ്യണ്ടെങ്കിൽ ബങ്ക് ചെയ്യേണ്ട, ഒരു ദിവസം പോകാൻ വേണ്ടെങ്കിൽ പോകണ്ട, നമുക്ക് പോകണമെങ്കിൽ പോകാം, അറ്റൻഡൻസ് മെഡിക്കൽ എന്നൊക്കെ പറഞ്ഞ കുറേ സംഭവങ്ങളുണ്ടല്ലോ. അപ്പോൾ നമുക്ക് അത്ര സ്ട്രെസ്സോ കൂടെ സ്ട്രെസ്സ് വരുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമിൻ്റെ സമയത്താണ്, എക്സാം പഠിക്കുന്ന സമയത്ത്. പക്ഷേ അതാണല്ലോ നമ്മുടെ ഹോൾ ജോബ് എന്ന് പറയുന്നത്. നമ്മൾ കോളേജ് പഠിക്കുമ്പോൾ നമ്മുടെ ഹോൾ ജോബ് എന്താണ്, പഠിക്കുക, എക്സാം എഴുതുക, പാസ്സാവുക, നല്ല മാർക്ക് കിട്ടുക. അപ്പം ലൈക്ക് നമ്മൾ ആർ വി ഡൂയിങ് ദ റൈറ്റ് തിങ്. അപ്പോൾ ആ ബ്രേക്ക് വന്ന സമയത്ത് ഞാനിങ്ങനെ ഇരിക്കുവാണല്ലോ, അപ്പോൾ ഞാനിങ്ങനെ 100 കാര്യങ്ങൾ ചിന്തിക്കും. ഓക്കെ, നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആണെങ്കിൽ നമുക്ക് അധികം ചിന്തിക്കാനൊരു സമയം കിട്ടത്തില്ല. അപ്പോൾ ഈ സമയത്ത് ഞാൻ കുറേ ഒന്ന് ചിന്തിച്ച് ദൈവമേ ഒന്നും ശരിയാവണമല്ലോ, എന്താ ചെയ്യുക, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് 100 സജഷൻസ് വരും, അത് ചെയ്യ്, ഇത് ചെയ്യ്. അപ്പോൾ നമ്മളുടെ മനസ്സ് മാറിപ്പോവാനും നമ്മുടെ മനസ്സ് ഇൻഫ്ലുവൻസ്ഡ് ആവണം, കൺവിൻസ്ഡ് ആവണം വളരെ എളുപ്പമാണ്. കാരണം നമ്മൾ ആ ഒരു പ്രഷറിലാണ് നിൽക്കണത്. ഓക്കെ, അപ്പം ആ ഒരു ഫേസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഫേസ് ആയിരുന്നു കുറച്ച് കാലം. ഇപ്പം ഞാൻ പിന്നെ വർക്കിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ വർക്കിംഗ് തുടങ്ങിയിട്ട് ഇപ്പം കുറച്ച് കാലമായി. പക്ഷേ ആ ഒരു ഫേസ് എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര സ്ട്രെസ്സാണ് ഗൈസ്. ഭയങ്കര സ്ട്രെസ് ഇൻ ദ സെൻസ് അത്യാവശ്യം സ്ട്രെസ്സാണ്. ഇതിൽ കൂടെ പാസ് ചെയ്തവർക്കറിയാം, ഇതിൽ കൂടെ പോയവർക്കറിയാൻ പറ്റും. നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ നിൽക്കുമ്പോൾ നമുക്ക് കുറേ ഹേർഡിൽസും ബാറ്റിൽസും ഒക്കെ ഉണ്ടാവും ടു ഫൈറ്റ്. എന്ന് വെച്ചാൽ ഞാൻ വലിയൊരു ഹേർഡിൽ ഫൈറ്റ് ചെയ്തിരിക്കുകയാണെന്നല്ല ഞാൻ പറയുന്നത്, ഇതൊക്കെ ചെറിയ കാര്യങ്ങളെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ നമുക്കത് അനുഭവിക്കുമ്പോൾ നമുക്കത് ചെറിയ കാര്യമായിട്ട് തോന്നത്തില്ല. അപ്പം അതുപോലെ തന്നെ ഇപ്പോൾ ചേച്ചിയുടെ കല്യാണം വരണം. അപ്പോൾ ഞാൻ ഇതിന് ശേഷം ഞാൻ വീഡിയോസ് ഇട്ട് തുടങ്ങും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം വീഡിയോസ് ഇടുന്നതിന് മുമ്പ് നിങ്ങളോട് കറക്റ്റായിട്ട് വന്ന് പറയാം, ഞാനൊരു ബ്രേക്കിലായിരുന്നു, ഞാൻ കുറച്ച് കാലം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ ഷോർട്സ് ഇടാറുണ്ടായിരുന്നു കേട്ടോ, ഇടയ്ക്കായിട്ട് ഷോർട്സ് ഇടുമായിരുന്നു. ബിക്കോസ് എനിക്ക് നിങ്ങളായിട്ടുള്ള കണക്ഷൻ മൊത്തത്തിൽ പോകണം എന്നുണ്ടായിരുന്നില്ല. എനിക്ക് നിങ്ങളായിട്ട് ഇപ്പോഴും സംസാരിച്ച്, നിങ്ങളോട് അന്വേഷിച്ച്, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് അറിഞ്ഞൊക്കെ നിൽക്കാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഷോർട്സ് ഇടാറുണ്ടായിരുന്നു. അപ്പം മര്യാദയ്ക്ക് ചേച്ചിയുടെ കല്യാണമൊക്കെ വരികയാണ്, നിങ്ങളെന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതുവരെ.
അപ്പോൾ ആ സപ്പോർട്ട് ചെയ്യൽ ഇനിയും സപ്പോർട്ടാണ്. ഇനിയും എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് ഞാൻ വിഷ് ചെയ്യുന്നു ഭയങ്കരമായിട്ടും. അപ്പോൾ ചേച്ചിയുടെ കല്യാണമൊക്കെ വരുമ്പോൾ നമുക്ക് അടിച്ച് പൊളിക്കണ്ടേ, നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് അടിച്ച് പൊളിക്കണം. പുള്ളിക്കാരിയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡേ ഓഫ് ആ ലൈഫ് എന്നുള്ള രീതിയിൽ മാറ്റണം എന്നാണ് എൻ്റെ ഒരാഗ്രഹം. അപ്പോൾ അതിനുവേണ്ടി ഞാനിപ്പം പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രയത്നത്തിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം ഈ ഒരു ബ്രേക്ക് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വരികയാണ് ഗൈസ്. ഇനി തിരിച്ച് വന്നു എന്നിട്ട് പിന്നെ ഒരാഴ്ചത്തേക്ക് കണ്ടില്ല എന്ന് മാത്രം പറയരുത്. അപ്പോൾ തിരിച്ച് വരികയാണ് നമ്മൾ. നന്നായിട്ട് പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ഇത് എല്ലാവർക്കും ഞാൻ വിഷ് ചെയ്യണം ആക്ച്വലി. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറേ ഹേർഡിൽസ് ഒക്കെ ഉണ്ടാവും. പക്ഷേ കീപ് മൂവിങ് ഫോർവേഡ്. ബിക്കോസ് എന്തൊരു പ്രശ്നമാണെങ്കിലും അതെപ്പോഴും പ്രശ്നമായിട്ട് നിൽക്കത്തില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ പ്രശ്നമൊക്കെ തന്നെ അങ്ങ് ഇല്ലാണ്ടാവും. നമ്മളിപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഇപ്പം പണ്ട് നമുക്ക് നടന്നൊരു ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് ഓഫ് എ ലൈഫ് നമ്മൾ വിചാരിക്കുന്ന കാര്യം നമ്മൾ കുറേ വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഇരുന്ന് ചിരിക്കും. ഇതൊക്കെയാണോ ഞാനപ്പം വലിയ പ്രശ്നമാണെന്ന് വിചാരിച്ചതെന്ന്. എന്ന് വെച്ചാൽ എല്ലാ പ്രശ്നങ്ങളും അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ മോസ്റ്റ് ഓഫ് ദ തിങ്സ് നമ്മളുടെ ആ ഒരു ഫേസാണത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞു. അത് മാറിപ്പൊക്കോളും, തന്നെ അത് പോവും. നമുക്ക് പിന്നെ ഒരിക്കലും ഒരു ജീവിതത്തിൽ സങ്കടം മാത്രമായിട്ടൊന്നും ഉണ്ടാവില്ലേ. സങ്കടം ഉണ്ടെങ്കിൽ സന്തോഷമുണ്ട്, സന്തോഷം ഉണ്ടെങ്കിൽ എന്തായാലും സങ്കടം ഉണ്ടാവും. അപ്പോൾ എല്ലാം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു എക്സ്പീരിയൻസ് ഓൾ സോർട്സ് ഓഫ് തിങ്സ്. പക്ഷേ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് നമ്മൾ വി ബിക്കം ഹൂ വി ആർ റൈറ്റ് നൗ. സോ സത്യമായിട്ട് ഞാൻ എങ്ങനെ എൻ്റെ സ്വഭാവം ഇപ്പോൾ എങ്ങനെയാണോ എന്നുള്ളത് ഇസ് ബിക്കോസ് ഐ ഹവ് ബിൻ ത്രൂ experiences, I've been through things that made me who I am right now. അപ്പം താങ്ക്സ് ടു മൈ സ്കൂൾ ലൈഫ് ആയിക്കോട്ടെ, കോളേജ് ലൈഫ് ആയിക്കോട്ടെ, വീട്ടിലെ എല്ലാം ഐ എം ഹാപ്പി വിത്ത് ഹൂ ഐ എം റൈറ്റ് നൗ. ഐ ഡോണ്ട് റിഗ്രറ്റ് എനിത്തിങ് ദറ്റ് ഹാപ്പൻഡ് ഇൻ മൈ പാസ്റ്റ്. പക്ഷേ ഇൻ ദ സെൻസ് ഇപ്പോൾ എന്ത് എക്സ്പീരിയൻസ്, കോളേജ് ആയിക്കോട്ടെ, എന്ത് എക്സ്പീരിയൻസ് ആണെങ്കിലും അതെല്ലാം നമ്മളാക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ഹെൽപ്പ് ചെയ്യുന്ന ഒരു മോൾഡിങ് പവറാണ്. അപ്പം ഇനി ഞാൻ കൂടുതൽ ഫിലോസഫി അടിച്ച് നിങ്ങളെ വെറുപ്പിക്കുന്നില്ല. ഞാൻ ഈ കാര്യം വന്ന് പറഞ്ഞിട്ട് ഞാൻ ബ്രേക്കിലായിരുന്നു ഗൈസ് എന്ന് പറയാൻ വേണ്ടി വന്നതാണ്. അപ്പം നമുക്കിനി എന്തായാലും അടിച്ചു പൊളിച്ച് വീഡിയോസൊക്കെ ചെയ്ത് ഉഷാറാക്കിക്കൊണ്ട് തന്നെ പോവാം. അപ്പം നെക്സ്റ്റ് വീഡിയോ ഉടനെ ഞാൻ വരുന്നതായിരിക്കും. അപ്പം ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഗൈസ്. അപ്പം ബൈ.